ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമാണ് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ വരാൻ കാരണം എന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങൾ. അതായത് പഠിക്കുന്നവരും കുറ്റം പറയും, പഠിക്കാത്തവരും കുറ്റം പറയും. ആ കുറ്റം പറയുന്നത് എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പഠിക്കുന്ന ആൾക്കാർ 10ൽ ഫുൾ എ വെച്ചിട്ട്, പ്ലസ് ഫുൾ എ വെച്ചിട്ട് ഡിഗ്രി ഫുൾ പാസ്സായി. പിന്നെ ഒരു പ്രശ്നമുണ്ട്, അതായത് പഠിച്ചിട്ട് വല്ലതും കിട്ടിയോ, പഠിക്കാത്ത ആൾക്കാരെക്കാരും പറയാം. അപ്പോൾ വീട്ടിൽ നിന്ന് ചോദിച്ചു, എന്താ വല്ലതും പഠിച്ചിട്ട് വല്ലതും കിട്ടിയോ, ജോലി എന്തെങ്കിലും കിട്ടിയോ? അപ്പോൾ ഇങ്ങനെ പറയും. അതേമാതിരി തന്നെ പഠിക്കാത്തവരും കുറ്റം പറയും. അതായത് ഇത് വല്ലതും പഠിച്ചില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച്, പക്ഷേ ഓൾക്ക് അത്രേ കഴിയുള്ളൂ. അതായത് കൂടുതലൊന്നും കഴിയൂല, അത് ഓൾക്കറിയാം. ഇത്രയേ കഴിയുള്ളൂ പഠിച്ചാൽ. പക്ഷേ അവിടെ പറയുന്നുണ്ട്, അതായത് പഠിച്ചിട്ട് ജോലി കിട്ടൂല, പഠിച്ചാലേ എന്തെങ്കിലും ജോലി കിട്ടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ പഠിച്ചാത്ത ആൾക്കാരോട് ഇങ്ങനെ പറയും. അപ്പോൾ പഠിക്കുന്ന ആൾക്കാരോട് ഒരു +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ചോദിക്കണം, പഠിക്കാത്ത ആൾക്കാരെക്കാരും ചോദിക്കുക, ഇതല്ല പഠിക്കുന്ന കുട്ടിയല്ലേ, +2 പാസ്സായതല്ലേ, ഡിഗ്രി ഒക്കെ പാസ്സായതല്ലേ, എന്താ ജോലി കിട്ടി, എന്താ ജോലി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ജോലിയൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരേ മാതിരിയാണ്. പഠിക്കാത്തവരും കുറ്റം പറയും, പഠിക്കുന്നവരും കുറ്റം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 2 പേർക്കും ജോലി കിട്ടും, ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ പഠിക്കാത്തവർക്ക് അതിൻ്റേതായ ബുദ്ധിയുണ്ട്, പഠിക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിയുണ്ട്. അത് നിർബന്ധമാണ്. 2 ഭാഗത്തും പഠിക്കുന്നവരും നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. പഠിക്കാത്തവർ വേറെ വഴി ഓൾക്ക് മാത്രമേ അറിയുള്ളൂ, നിങ്ങൾക്കത് അറിയില്ല. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, അങ്ങോട്ടും പറയരുത് ഇങ്ങോട്ടും പറയരുത്, 2 ഭാഗത്തും പറയാതെ വയ്ക്കുക. പിന്നെ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിക്കാത്ത ആൾക്കാർ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പം പിന്നെ പഠിക്കുന്ന ആൾക്കാർ ഒരു നിലയിലെത്തിയാൽ പഠിക്കാത്തവർ ഇങ്ങനെ നിൽക്കേണ്ടി വരും. 2 ഭാഗത്തും ഒരേ തീമാണ്, മനസ്സിലായ? അപ്പം മനസ്സിലാക്കുക, ഓക്കെ? പിന്നെ മറ്റുള്ളവർക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം ഓല് ഇതൊന്നും അറിഞ്ഞോട്ടെ, ഓക്കെ? 2 പേർക്ക് ജോലി കിട്ടും, ഉറപ്പാണ്. പഠിക്കാത്തവർക്കും കിട്ടും, പഠിക്കുന്നവർക്കും കിട്ടും. പക്ഷേ നല്ലോണം പഠിക്കണം. പഠിക്കാത്തവർക്ക് പെയിൻറ്റിങ് പണി എല്ലാം പണിയും, പക്ഷേ പഠിക്കാത്തവർക്കും പഠിക്കുന്നവരും പെയിൻറ്റിങ് പണി എല്ലാം ഉണ്ടാവും. അപ്പോൾ ഓക്കെ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.